നമസ്കാരം. ഇന്നലെ പുലർച്ചയ്ക്ക് ആരും അറിയാതെ നമ്മുടെ പ്രിയങ്കരിയായ വീണ ജോർജ് മന്ത്രി പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് മുങ്ങി. എന്താണ് യഥാർത്ഥ കാരണം? പലരും പലതും പറയുന്നുണ്ട്. പ്രത്യേകിച്ചും അവർക്ക് യാതൊരു കാരണവശാലും യാത്ര പാടില്ല എന്ന് മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചു എന്നുള്ളതാണ് മിനിഞ്ഞാന്ന് വന്ന വാർത്ത. അതായത് യാത്ര ചെയ്യാൻ പാടില്ല, അവർക്ക് പരിപൂർണ നിരീക്ഷണത്തിലായിരിക്കണം, ICUവിലായിരിക്കണം എന്നുള്ളതാണ് മിനിഞ്ഞാന്നത്തെ വാർത്ത ബുള്ളറ്റിൻ. പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് നമുക്കറിയാം, ഒരു അധോലോക മാഫിയ കേന്ദ്രം പോലുള്ള ഒരു സ്ഥലമാണ് ഈ പരിയാരം മെഡിക്കൽ കോളേജ്. ഈ പരിയാരം മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ചതിനാണ് എനിക്കെതിരെ വീണ ജോർജിന് നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് 44/2021 നമ്പറിൽ കേസെടുത്തത്. അവിടെ കോവിഡ് സമയത്ത് മരിക്കാറായ വയസ്സായ ആളുകളെ ഒരു മറയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് ഒരു ഏതോ പഞ്ഞി പോലുള്ള സാധനം കയറ്റി ഉടനെ കൊല്ലുന്നു, എന്നിട്ട് അവരെ പാക്ക് ചെയ്യുന്നു എന്നുള്ള വാർത്ത അവിടെ നിന്ന് ദൃക്സാക്ഷിയായ ഒരാൾ എന്നെ വിളിച്ചു പറയുമായിരുന്നു. അത് റിപ്പോർട്ട് ചെയ്തതിനാണ് ക്രൈമിനെതിരെ കേസെടുത്തത്. അങ്ങനെ ഓഫീസ് റെയ്ഡ് ചെയ്യുന്നു, കമ്പ്യൂട്ടറെല്ലാം എടുത്തുകൊണ്ട് പോകണു. ഇത് സ്ഥിരം പരിപാടിയാണല്ലോ പിണറായി എന്ന തെമ്മാടിയായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നതിൽ അദ്ദേഹം എല്ലാ കാലത്തും പറയുന്നത് എന്താണ്? അടിയന്തരാവസ്ഥയിലെ ഭീകര നാളുകൾക്കെതിരെ ഞാൻ പോരാടി എന്നാണ്. എന്നാൽ അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായി ഒരു ഓഫീസിൽ കയറി അവിടെയുള്ള എല്ലാ കമ്പ്യൂട്ടറും എടുത്തുകൊണ്ടുവന്നത് ഏത് മാന്യതയുടെ പേരിലാണ്, ഏത് പത്രസ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണ്? അത് നമുക്ക് പിന്നെ പറയാം. എന്തായാലും അതിൽ ഉൾപ്പെട്ട ആളാണ് വീണ ജോർജ്. അന്ന് ഞാനൊരു പരാതി അയച്ചപ്പോൾ മിണ്ടാതിരുന്ന ആളാണ് വീണ ജോർജ്. ഞാൻ അവർക്ക് പരാതി അയച്ചതിന് ശേഷം ഒരു മറുപടി ഇല്ലാതെ പിണറായി വിജയന് മുഖ്യമന്ത്രിക്ക് അയച്ചപ്പോൾ മുഖ്യമന്ത്രി സാധാരണ ഹെൽത്ത് സെക്രട്ടറിക്ക് ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ചെയ്ത ശേഷമാണ് ഞാൻ വാർത്ത ചെയ്യുന്നത്, അതിനെ ആസ്പദമാക്കിയിട്ടാണ് വാർത്ത ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു സംഭവത്തിൽ പിണറായി വിജയൻ ഇങ്ങനെയുള്ള സംഭവത്തിൽ ഈ പരിയാരം മെഡിക്കൽ കോളേജ് ഒരു അധോലോക മാഫിയ കേന്ദ്രമാണെന്ന് ഞാൻ അന്നേ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേപോലെയാണ് നമ്മുടെ നവീൻ ബാബുവിൻ്റെ മരണത്തിലും ഇവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തി അതൊരു ആത്മഹത്യയാക്കി ചിത്രീകരിച്ചു. യഥാർത്ഥത്തിൽ അത് കൊലപാതകമാണെന്നുള്ള ധാരാളം തെളിവുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിപ്പറിച്ചുകൊണ്ടാണ് അത് ഒരു ആത്മഹത്യയായി ചിത്രീകരിച്ചത്. അങ്ങനെയുള്ള പരിയാരം മെഡിക്കൽ കോളേജ് മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ ഗുണ്ടാ മാഫിയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ്. അവിടെയാണ് വീണ ജോർജിനെ കൊണ്ടുപോയത്. നമുക്കറിയാം, കേരള ഭരണം ആകെ അലങ്കോലപ്പെട്ട് നിൽക്കുകയാണ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു. 61% ഭരണവിരുദ്ധ വികാരമുണ്ടെന്നാണ് കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 61% എന്ന് പറഞ്ഞാൽ 140 മണ്ഡലങ്ങളിലും CPM എന്നുള്ള പ്രസ്ഥാനം ഇല്ല എന്നുള്ളതാണ് പറഞ്ഞ അർത്ഥം. 140 മണ്ഡലങ്ങളിലും ഇല്ലാതാകുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിൽ. ത്രിപുരയിൽ അപ്രത്യക്ഷമായി, ബംഗാളിൽ അപ്രത്യക്ഷമായി. അന്ന് ഒരിക്കൽ അവിടെ 294 സീറ്റുള്ള ബംഗാളിൽ 275 സീറ്റും നേടിയിട്ടുള്ളത് ഇടതുപക്ഷ മുന്നണിയാണ്. ത്രിപുരയിൽ 60 സീറ്റും നേടുന്നത് ഇടതുപക്ഷ മുന്നണിയാണ്. CPM ആണ് 54-55 സീറ്റ് അതിൽ നേടുക. അങ്ങനെയുള്ള സ്ഥലത്ത് സ്വീപ്പായിട്ട് അവിടെ ഒന്ന് BJP അധികാരത്തിൽ വന്നു, മറുഭാഗത്ത് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. എന്നാൽ കേരളത്തിലോ കുറേ കാലമായി ഇങ്ങനെ കടന്ന് കളിക്കുകയാണ്. അതിൻ്റെ ഒരു അന്ത്യകൂദാശ നടത്താനുള്ള ജനങ്ങൾ തേടി നിൽക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തവണത്തെ ഭരണത്തിനെതിരെയുള്ള കാറ്റ് ആഞ്ഞു വീശുമ്പോഴാണ് നമ്മൾ വീണ ജോർജിനെ പിണറായി വിജയന് കിട്ടുന്നത്. കൃത്യമായി കണ്ണൂരിൽ എത്തിക്കുകയും കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇവർ വരുന്ന കാര്യം കൃത്യമായി പോലീസ് വഴി KSUക്കാർക്ക് വിവരെത്തിക്കുകയും അവിടെ വന്നാൽ പ്രതിഷേധിക്കാൻ പറ്റുന്ന സ്ഥലമാണെന്ന് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും അങ്ങനെ അവർ പ്രതിഷേധിച്ചു പോയി. പക്ഷെ പിന്നീടുണ്ടായ നാടകങ്ങൾ കംപ്ലീറ്റ് പിണറായി വിജയനും സ്പീക്കർ ഷംസീറും എല്ലാം പ്ലാൻ ചെയ്തതാണ്. അവരെ പുഞ്ചിരിച്ചുകൊണ്ട് വന്ന അവരെ പിന്നീട് പിണറായി വിജയൻ പറഞ്ഞിട്ട് അവർക്ക് കഴുത്തിന് ഭയങ്കര പരിക്കേറ്റു, ശരീരത്തിന് പരിക്കേറ്റു, കൈക്ക് വ്രണമുണ്ടായിരുന്നു. കാരണം അവർക്ക് ത്വക്ക് രോഗമുണ്ട്. ആ ത്വക്ക് രോഗം കാരണം വ്രണമായി മാറിയിട്ട് പുറത്ത് കാണാമായിരുന്നു. ആ വ്രണമുള്ള കാര്യത്തെ പരിക്കേറ്റതെന്ന് കാണിച്ച് പത്രക്കാരുടെ മുന്നിൽ കൊണ്ടുവന്നു, ദൃശ്യമാധ്യമങ്ങളെ മുന്നിൽ കൊണ്ടുവന്നു. മട്ടന്നൂരിൽ പോയപ്പോൾ അവർക്ക് ആ വ്രണമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരെ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യിക്കുന്ന ആരാണ്? പിണറായി വിജയനാണ്. ഷംസീറിനെ കൊണ്ട് പറയിപ്പിച്ച് പെട്ടെന്ന് ജില്ലാ ആസ്പത്രിയിലെത്തിക്കും. പിന്നെ അവിടെ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ജില്ലാ ആസ്പത്രി എത്തിയപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവിടെ നടത്തിയ ടെസ്റ്റുകളിലൊന്നും ഇവർക്ക് യാതൊരു കുഴപ്പമില്ല എന്നുള്ള റിപ്പോർട്ടാണ്. ഉടൻ തന്നെ അവിടെ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതോടുകൂടി അവിടെ ചില ദുരൂഹമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരങ്ങൾ ക്രൈമിന് കിട്ടിയിരുന്നു. അത് കൃത്യമായി പറഞ്ഞാൽ അവർക്ക് വന്ന ബുള്ളറ്റിൻ തന്നെ വായിച്ചാൽ മനസ്സിലാവും. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർക്ക് പൂർണ്ണ വിശ്രമമാണ്.
അവർക്ക് യാതൊരു കാരണവശാലും യാത്ര ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുള്ള ബുള്ളറ്റിൻ ലംഘിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് വീണ ജോർജ് ആരും അറിയാതെ പുലർക്കാലത്ത് ഉടനെ റിലീവ് വാങ്ങി സ്ഥലം വിട്ടത്? അതിനൊരു കാരണമാണ്, അവർക്ക് കൃത്യമായി അവിടെയുള്ളൊരു നേഴ്സ് വിവരം അറിയിച്ചു. നിങ്ങളെ കൊല്ലാനുള്ള ചില പ്ലാനുകൾ ഉണ്ടെന്നുള്ള വിവരമാണ് അറിയിച്ചത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് അവിടെ മെല്ലെ കൊല്ലുക, ഈ കൊന്നതിൻ്റെ പരിപൂർണത്തിന് പ്രതിപക്ഷത്തിന് തലയിലിടുക, അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാവുക. വീണ ജോർജിനെ കൊന്നിട്ട് കേരളത്തിൽ രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി അത് വലിയ കൊടുങ്കാറ്റാക്കി മാറ്റുക, അങ്ങനെ ഭരണം പിടിച്ചെടുക്കും. മുമ്പ് രാജീവ് ഗാന്ധി മരിച്ചപ്പോഴും ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴും ഈ കാര്യം പിണറായി വിജയൻ നന്നായിട്ട് അറിയാം. അന്ന് എല്ലാ മേഖലയിലും ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് 2 തട്ടിൽ ഇലക്ഷൻ നടന്നപ്പോൾ ആദ്യ തട്ടിൽ രാജീവ് ഗാന്ധി മരിക്കുന്നതിന് മുമ്പും രണ്ടാമത്തെ തട്ടിൽ രാജീവ് മരിച്ചതിന് ശേഷമുള്ളായിരുന്നു. എന്നാൽ രാജീവ് ഗാന്ധി മരിക്കുന്നതിന് മുമ്പുള്ള സ്ഥലത്തെ ഇലക്ഷൻ സമയത്ത് എല്ലാ സീറ്റും UDF LDF അനുകൂലമായിരുന്നു. മരിച്ചതിന് ശേഷമോ UDF അനുകൂലമായി. ഇതേപോലെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ സംഭവത്തിൽ കൃത്യമായി പറഞ്ഞാൽ രാജീവ് ഗാന്ധി മരിച്ചതിൻ്റെ അതേപോലെയുള്ള ഒരു അനുഭവം, ഇതേപോലെ ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇതേപോലെയാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം. വീണ ജോർജ് കൊല്ലപ്പെടുകയാണെങ്കിൽ, മരിക്കുകയാണെങ്കിൽ അതിൻ്റെ പാപഭാരം മുഴുവൻ അവിടെ KSUക്കാരെ തലയിൽ കയറ്റിവെക്കാം. അങ്ങനെ അവരെ കൊന്ന് ഭയങ്കരമായി പരിക്കേറ്റിട്ടാണ് അവർ മരണപ്പെട്ടതെന്ന് വരികയും കേരളത്തിൽ സിമ്പതി വേവ് കൊണ്ടുവരും എന്നുള്ള ഒരു കള്ള ഒരു തിയറി കൊണ്ടുവന്ന് പിണറായി വിജയൻ അപ്ലൈ ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോഴാണ് അതിനുള്ള ഗൂഢശ്രമങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് വീണ ജോർജിനെ ഒരു നേഴ്സ് ബോധപൂർവം ഇത് വളരെ രഹസ്യമായി അറിയിക്കും, നിങ്ങൾ വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ജീവൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടിയ ഒരാൾ പുലർക്കാലത്ത് ആരും അറിയാത്ത സമയത്ത്, ഒരു കുട്ടി അറിയാത്ത സമയത്ത് പുലർക്കാലത്ത് അവർ പുറപ്പെട്ട് അതിവേഗത്തിൽ ഓടിച്ച് അവർക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. അവർ 120-150 കിലോമീറ്റർ വേഗതയിലാണ് കടന്നു പോകുന്നത്. അവർ കോഴിക്കോട് എത്തിയപ്പോൾ തന്നെ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് പിന്നീട് വളരെ വേഗത്തിൽ അവർ പൊന്നാനി വഴി അവർ കടന്നു പോവുകയും അതുവഴി വളരെ വേഗത്തിൽ ഓടിച്ച് 1 മണിക്കൂർ കൊണ്ടാണ് അവർ ചാവക്കാട് എത്തിയത്. ചാവക്കാട് 2 മണിക്കൂർ കൊണ്ട് അവർ കോഴിക്കോട് എത്തി, 1 മണിക്കൂർ കൊണ്ട് അവർ ചാവക്കാട് എത്തി എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതി? 2 മണിക്കൂർ കൊണ്ട് ആദ്യഘട്ടം ഏകദേശം 6 മണിയോട് കൂടിയിട്ട് അവർ ചാവക്കാട് പിന്നിട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് അവർ ഒരു 3 മണിക്കൂർ കൊണ്ടാണ് എവിടെ എത്തിയത്? പത്തനംതിട്ട എത്തിയത്. ഏകദേശം 5 മണിക്കൂർ കൊണ്ട് 5-5.5 മണിക്കൂർ കൊണ്ട് അവർ പത്തനംതിട്ട. അവർക്ക് യാതൊരു അസുഖവും ഉണ്ടായിരുന്നില്ല, അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവർ വളരെ ഉന്മേഷവതി. ഒരൊറ്റ കാര്യമുള്ളൂ, അവർ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും വധശ്രമത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. അവരെ കൊല്ലാനുള്ള ശ്രമമായിരുന്നു, അവർക്ക് രോഗം മൂർച്ഛിച്ച് മരണപ്പെട്ടു എന്ന് വരുത്താനുള്ള ശ്രമമായിരുന്നു കൃത്യമായി നടന്നിരുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇന്നലെ മുങ്ങിയ അവർക്ക് മെഡിക്കൽ ബുള്ളറ്റ് ഇതുണ്ടായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടെ എത്തണമെന്നുള്ളതായിരുന്നു. കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കലിലേക്ക് മാറ്റി എന്നുള്ളതായിരുന്നു കഥയുണ്ടാക്കി. എന്നാൽ അതൊന്നും അവർ തലയിൽ കയറ്റിയില്ല. അവിടെ നിന്ന് ഇറങ്ങി അവർ മെഡിക്കൽ കോളേജിലേക്ക് പോവാതിരുന്നതിന് കാരണം എന്താ? നേരെ അവർ വരാൻ കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി അപകടമാണെന്ന് മനസ്സിലാക്കി അവർ നേരെ വീട്ടിൽ പോയത്. ജീവൻ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇത് പിണറായി വിജയന് ഒരു വീണ ജോർജിനോട് യാതൊരു സ്നേഹവുമില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ അടുത്ത കാലത്തായി ആരോഗ്യവകുപ്പിനെ കുറിച്ചുള്ള കുത്തഴിഞ്ഞ വാർത്തകൾ വന്ന് ഈ പണ്ടാരത്തെ ഒന്ന് ഒഴിവാക്കിയാൽ മതിയായിരുന്നു എന്ന് പിണറായി വിജയന് തോന്നി. അല്ല തന്നെ സൂക്കട് പിടിച്ച് കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടുത്തി പോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇതിനെ ഏറ്റവും ഉപകാരപ്രദമാക്കുക, അത് തട്ടിക്കളഞ്ഞിട്ട് അത് സഹതാപ തരംഗമാക്കി വിജയിപ്പിച്ചെടുക്കുക. മുമ്പ് നമുക്കറിയാം, തലശ്ശേരിയിൽ ഒരു കലാപം ഉണ്ടായ സമയത്ത് അവിടെ കള്ള് ഷാപ്പിൽ കത്തിക്കുത്തേറ്റ് മരിച്ച ഒരാളെ, നാരായണനെ, ഇതിലെ രക്തസാക്ഷിയാക്കി മാറ്റിയുള്ള ആളാണ് പിണറായി വിജയൻ. എന്തിന് ഈ കേസിൽ തന്നെ എന്താണ് പരാതി പറയുന്നത്? FIR പറയുന്നത് എന്താ? അവരെ ആയുധം ഉപയോഗിച്ച് KSUക്കാർ ആക്രമിച്ചു എന്നാണ്, കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ്. അപ്പൊ കൊലപ്പെടുത്താൻ ശ്രമിച്ചവരൊക്കെ മാരകമായ പരിക്കേറ്റു എന്നാണ്. ആ മാരകമായ പരിക്കേറ്റ ആളെ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരുടെ തലയിലേക്ക് പോകും? ഉത്തരവാദിത്വം KSUക്കാരുടെ തലയിലേക്കും പ്രതിപക്ഷത്തിൻ്റെ തലയിലേക്കും VD സതീശൻ്റെ തലയിലേക്കും പോകും. അപ്പോൾ അങ്ങനെ രക്ഷപ്പെടാമെന്ന് പ്ലാൻ ചെയ്ത പിണറായി വിജയന്
ഇരുട്ടടിയാണ് ഇപ്പോൾ വീണ ജോർജ് കൊടുത്തിരിക്കുന്നത്. തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് മുങ്ങിയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയില്ല. അവിടെ ഈ നിർബന്ധമായ കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു എന്നാണ് പറഞ്ഞതെങ്കിലും എന്നാൽ അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോവാതെ പത്തനംതിട്ടയിലേക്ക് പോകാൻ കാരണം ഇതാണ് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും വീണ ജോർജ് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത, അങ്ങനെ മുങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത, ആരും കാണാതെ മുങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അപ്പം അവരുടെ ഓഫീസിൽ നിന്ന് പുറത്തു വന്ന വിവരം എന്താ വെച്ചാൽ 2-ാം തീയതി വരെ അവർ റെസ്റ്റാണ്, യാതൊരു പരിപാടിക്കും പോകില്ല, വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടും എന്നുള്ളതാണ്. നേരത്തെ KSU വിദ്യാർത്ഥികളോട് ഇങ്ങോട്ട് വാടാ, കാണിച്ചു തരാടാ എന്നൊക്കെ പറഞ്ഞ മന്ത്രിയായിരുന്ന അവർ കാണിച്ച അഹങ്കാരമല്ല, KSUക്കാരെല്ലാവരും പോയി എന്ന് കണ്ടപ്പോൾ പോലീസ് വളയത്തിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ട് വാടാ പോടാന്ന് വിളിക്കാൻ ആർക്കാ കഴിയാത്തത്? മുമ്പ് നമ്മളെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ട് ഒരു ഗ്ലിസറിൻ ഉപയോഗിച്ച് അഭിനയിച്ചിട്ടുണ്ട്, ഒരു വീട്ടിൽ പോയി കരയാൻ വേണ്ടി ഗ്ലിസറിൻ ഉപയോഗിച്ചു. അതും കൂടെ കേട്ടു നോക്കും. ഞാൻ ഇന്നലെ ശ്രീ മോഹൻദാസിന്റെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുടെയും തൊട്ടടുത്ത് നിൽക്കുമ്പോഴാണ് ഒരാൾ ഇങ്ങനെ പമ്മി തൊഴുതുകൊണ്ട് മാറി നിൽക്കുകയാണ്. ഞാൻ തലയുയർത്തി നോക്കിയപ്പോ വീണ ജോർജാണ് ഇങ്ങനെ 2 കൈയും കൂട്ടി തൊഴുകയാണ്. അവരിങ്ങനെ കണ്ണിൽ കൈയെടുത്ത് വെച്ചപ്പോ ഗ്ലിസറിൻ വെച്ച് തന്നെയാണ് അവരുടെ കണ്ണുനീർ വന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവര് ഈ രൂപത്തിൽ എന്തെങ്കിലും മാനസികമായ ഒരു പരിവർത്തനം ഉണ്ടായിരുന്നു എങ്കിൽ അപ്പൊ തന്നെ അത് തിരുത്തട്ടെ, അതിനുവേണ്ടിയുള്ള നടപടി എടുക്കട്ടെ. ആ കേസ് ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരസ്യ പ്രസ്താവന നടത്തിയതിനു ശേഷം അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ കണ്ണീര് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് കഴുത കണ്ണീർ എന്ന്